അർജുനെ കാത്ത് നാട്. സിജു കണ്ണൻ ചേരുന്നുണ്ട് കർണാടക ഷിരൂരിൽ നിന്നും തത്സമയം. സിജു, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരുന്നു? മിർഷ, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. 7 മണിയോടുകൂടിയാണ് തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നു. കർണാടക സർക്കാർ ഔദ്യോഗികമായി ഈ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് ഇന്നലെ റഡാർ ഉപയോഗിച്ച് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയിട്ട് കാര്യമില്ല, അവിടെ ട്രക്കില്ല എന്ന തരത്തിലുള്ള വിവരം നൽകിയിരുന്നു. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വാർത്താസമ്മേളനം നടത്തി ഈ കാര്യം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള 90% മണ്ണും നീക്കം ചെയ്തു. ഇനി വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ റോഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്ത് മണ്ണുള്ള ഈ ഭാഗത്ത് ഏതാണ്ട് 4 മീറ്ററിലധികം അകത്തേക്ക് ഒരു വളവുണ്ടായിരുന്നു, വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇനിയൊരു സാധ്യതയുള്ളത്. ഏതായാലും സൈന്യം ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കാര്യമായി പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ തിരച്ചിൽ കാര്യക്ഷമമായി അതേ നിലയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കമാൻഡർ നേരത്തെ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തി നാളെയും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കരസേനയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സഹകരണം കൂടി, അവരുടെ ഒരു തീരുമാനം കൂടി അറിഞ്ഞ് മാത്രമേ ഇനി മണ്ണ് നീക്കലുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി കർണാടക സർക്കാർ തന്നെ അക്കാര്യത്തിൽ നാളെ ഒരു തീരുമാനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സാധ്യത ഇപ്പോൾ കാണുന്നത് ഈ ഗംഗാവാലി പുഴയിലേക്ക് വാഹനം ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള പരിശോധനയാണ്. ഏതായാലും ഇന്ന് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ, NDRFന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് വാഹനം ഒഴുകിപ്പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. എന്തായാലും ആ ഭാഗത്തു കൂടി പരിശോധന നടത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടി എന്തായാലും പരിശോധന നടത്തും. അത് നാവികസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. വലിയ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പുഴയുടെ നടുവിൽ കല്ലും പാറക്കെട്ടുകളും എല്ലാം അടിഞ്ഞുകൊണ്ട് വലിയ മൺകൂന തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതെന്തായാലും നാവികസേനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനിഷ. ശരി, സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് കർണാടകയിലെ ഷിരൂരിൽ നിന്ന് തത്സമയം. ഇന്ന് അർജുനായുള്ള രക്ഷാദൗത്യം, ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 7 മണിയോട് കൂടിയാണ് തിരച്ചിൽ നിർത്തിയത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ വെളിച്ചക്കുറവ്, വെളിച്ചത്തിൻ്റെ വലിയ സംവിധാനങ്ങളൊന്നും ഇതുവരെയും അവിടെ ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ 6 ദിവസമായി അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണെങ്കിൽ പോലും രാത്രി തിരച്ചിൽ നടത്താനുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. സ്ഥലത്ത് ഇതുവരെയും വെളിച്ചം എത്തിക്കാൻ പോലും കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്രസേന എത്തിയെങ്കിൽ പോലും കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള രക്ഷാദൗത്യങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തിരച്ചിലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാടൊന്നാകെ അർജുനെ കാത്തു നിൽക്കുന്ന മണിക്കൂറുകൾ, ആശങ്കാജനകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. എങ്കിൽ പോലും ആശാവഹമായ ഒരു ശുഭസൂചനയോ പ്രതീക്ഷയോ നൽകുന്ന വാർത്തകളൊന്നും ഷിരൂരിൽ നിന്ന് വരുന്നില്ല. നേരത്തെ അർജുൻ്റെ ലോറി അടങ്ങുന്ന സ്ഥലത്ത് റഡാർ പരിശോധനാ ഫലം സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്ന് കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. നേരത്തെ സംശയമുള്ള ഒരു സ്ഥലം മണ്ണിടിഞ്ഞ് അർജുൻ ലോറി പാർക്ക് ചെയ്തു എന്ന് കരുതുന്ന ഇടത്ത് റഡാർ പരിശോധനാ ഫലം സിഗ്നൽ ലഭിച്ച സ്ഥലത്തായിരുന്നു പരിശോധന. ഈ സ്ഥലത്തെ അടക്കം ഏകദേശം 90% മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 10% മണ്ണ് മാത്രമേ ആ ഭാഗത്ത് മാറ്റാനുള്ളൂ. ഈ 10% മണ്ണ് മാറ്റാനുള്ള സ്ഥലത്ത് ഒരു ട്രക്ക് അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കർണാടക സർക്കാർ പ്രതിനിധിയായി കർണാടക റവന്യൂ മന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം, ലോറി മണ്ണിനടിയിലില്ല. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി
നിലവിൽ മാറ്റാനുള്ള മണ്ണിനടിയിലില്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത്. ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വലിയൊരു കുന്നിടിഞ്ഞ് ഗംഗാവാലി പുഴയിലേക്ക് ഇടിഞ്ഞു പോവുകയായിരുന്നു. ഇപ്പോൾ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വലിയൊരു തുരുത്ത് ഗംഗാവാലി പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഭാഗത്ത്, കരയോട് ചേർന്ന ഭാഗത്ത് തന്നെ ഏകദേശം 20 അടിയോളം താഴ്ചയിലാണ് നദിയുടെ ആഴം എന്ന് പറയുന്നത്. ഈ ആഴത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു തുരുത്ത് കണക്കെ കാണപ്പെടുന്ന രീതിയിലേക്ക് മണ്ണിടിഞ്ഞ് ഒരു തുരുത്ത് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഗംഗാവാലി പുഴയിലായിരിക്കും തെരച്ചിൽ നടത്തുക. ഈ തെരച്ചിലിന് നാവികസേനയുടെ കൂടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാവികസേനയുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഗംഗാവാലി പുഴയിലെ നിലവിൽ സ്കൂബ ടീം അംഗങ്ങളടക്കം ഗംഗാവാലി പുഴയിൽ സമാന്തരമായി കരസേന അല്ലെങ്കിൽ കരയിൽ രക്ഷാപ്രവർത്തനങ്ങൾ മണ്ണ് മാറ്റുന്നതടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിന് സമാന്തരമായി തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ തെരച്ചിലിൻ്റെ ഫലമായി തന്നെ ഏകദേശം 7ഓളം പേരെ അവിടുന്ന് എത്തിക്കാനും കഴിഞ്ഞിരുന്നു. 3 വാഹനങ്ങളും ഗംഗാവാലി പുഴയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അതിനാൽ തന്നെ അർജുൻ്റെ ലോറി, ഈ ട്രക്ക് ഗംഗാവാലി പുഴയിൽ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവാലി പുഴയിൽ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള തിരച്ചിൽ രക്ഷാദൗത്യ നടപടികളിലേക്കാണ് ഇനി കടക്കാനുള്ളത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. സിജോ കണ്ണനാണ് തത്സമയം വിശദാംശങ്ങൾ നൽകിയത്.